ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബു തൗഹീദ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 90. ബാബ് അധ്യായം 13-ാമത്തെ അധ്യായം. മിനശ്ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാഹി ഔ യദഉ ഗൈറഹു. മിനശ്ശിർക്കി ഷിർക്കിൽപ്പെട്ടതാണ്. അൻ യസ്തഗീസ ബിഗൈരില്ലാഹ് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക എന്നത്. ഔ യദഉ ഗൈറഹു അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നത്. ഇതിൻ്റെ ഷറഹ് പറയാണ്, ഹാദൽ ബാബു ജാഅ ഫി സിയാഖിൽ അബ്വാബില്ലതി തബയ്യന അൻവാഅൻ മിനശ്ശിർക്കി യഖഉ ഫീഹാ ബഅ്ദുൻ നാസി ഫി മുഖ്തലിഫിൽ ഉസൂരി വൽ അസ്മാൻ. ഹാദൽ ബാബ് ഈ അധ്യായം ജാഅ ഫി സിയാഖിൽ അബ്വാബില്ലതി തബയ്യന അൻവാഅൻ മിനശ്ശിർക്കി ഷിർക്കിൽ നിന്ന് പല ഇനങ്ങൾ വിവരിച്ച ബാബുകളുടെ തുടർച്ചയായിട്ട് വന്നതാണ് ഈ ബാബ്, ഈ അധ്യായം. യഖഉ ഫിഹ അതിൽ പെട്ടുപോകുന്നു ബഅ്ദുൻ നാസി ചില ആളുകൾ ഫി മുഖ്തലിഫിൽ ഉസൂരി വൽ അസ്മാൻ വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ കാലയളവുകളിൽ. ഫഖൗലുഹു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വചനം, അതായത് കിതാബിൽ മിനശ്ശിർക്കി എന്ന് പറഞ്ഞാൽ ഷിർക്കിൽപ്പെട്ടതാണ്. ഐ മിൻ അൻവാഇ ഷിർക്കി, അതായത് ഷിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. അൽ അക്ബരി വൻ ഷിർക്ക്, ഇസ്ലാമിൽ നിന്ന് മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന, മുസ്ലിം അല്ലാതാകുന്ന ഷിർക്കിൽപ്പെട്ടതാണ്. അൻ യസ്തഗീസ ബിഗൈരില്ലാഹ് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുക, സഹായം തേടുക എന്നത്. എന്ത് വിഷയത്തിൽ? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് അള്ളാഹുവിനല്ലാതെ സാധിക്കാത്ത വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടി ഇസ്തിഗാസ നടത്തുക എന്നത്. വൽ ഇസ്തിഗാസത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ത്വലബുൽ ഗൗസി, സഹായം തേടലാണ്, ഗൗസ് തേടലാണ്. വലാ തകൂനു ഇല്ലാ ഫി വഖ്തി ഷിദ്ദത്തി, അത് ഷിദ്ദത്തിൻ്റെ അവസരത്തിലല്ലാതെ ഇല്ല. ഷിദ്ദത്ത് എന്നാൽ വിപത്ത് ഘട്ടം, പ്രയാസം. വ അമ്മ ദുആ, എന്നാൽ ദുആ എന്ന് പറഞ്ഞാൽ ഫഹു ആമുൻ, അത് മൊത്തത്തിൽ പൊതുവായി ഉള്ളതാണ്. ഫി വഖ്തി ഷിദ്ദത്തി വ ഫി ഗൈരിഹ, വിപത്ത് ഘട്ടത്തിലും അല്ലാത്തപ്പോഴും, കഠിനതയിലും അല്ലാത്തപ്പോഴും ഒക്കെ. ഫഅതഫ ദുആ അലൽ ഇസ്തിഗാസത്തി, അപ്പോൾ ഇസ്തിഗാസത്തിൻ്റെ മേൽ ദുആഇനെ അത്ഫ് ചെയ്ത് പറഞ്ഞു. അത് എങ്ങനെ, എന്താണ്? ഫഅത്ഫു ദുആ അലൽ ഇസ്തിഗാസത്തി, അപ്പോൾ ഇസ്തിഗാസത്തിൻ്റെ മേൽ ദുആഇനെ അത്ഫ് ചെയ്യൽ. മിൻ അത്ഫിൽ ആമി അലൽ ഖാസി, പൊതുവായതിനെ ഖാസായതിൽ അത്ഫ് ചെയ്യലാണ്. പൊതുവായതാണ് ജനറലായിട്ട്, ഖാസ് പ്രത്യേകമായിട്ടുള്ളത്. അപ്പോൾ ദുആ എന്ന് പറഞ്ഞാൽ ആമായിട്ടുള്ളതാണ് മൊത്തത്തിൽ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ വിപത്ത് ഘട്ടത്തിൽ, പ്രയാസഘട്ടങ്ങളിൽ പ്രത്യേകം സഹായം തേടുന്നതാണ്. അൽ ഇസ്തിഗാസത്തു ബിൽ മഖ്ലൂഖി അലാ ഖിസ്മൈൻ, സൃഷ്ടികളോടുള്ള ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ രണ്ടിനങ്ങളാണ്. അൽ ഖിസ്മുൽ അവ്വലു, ഒന്നാമത്തെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിഗാസത്തു ബിൽ മഖ്ലൂഖി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാതെ സാധ്യമാകാത്ത കാര്യങ്ങളിൽ സൃഷ്ടിയോട്, പടപ്പിനോട് സഹായം തേടുക. ഫഹാദിഹി ഹിയ ഷിർക്കുൽ അക്ബർ, ഇതാണ് ഷിർക്കുൽ അക്ബർ, അതായത് ഷിർക്കുൽ അക്ബർ ആകുന്ന ഇസ്തിഗാസ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഇസ്തിഗാസ. ലിഅന്നഹ സ്വറഫുൻ ലിൽ ഇബാദത്തി ലിഗൈരില്ലാഹി സുബ്ഹാനഹു വ തആല, കാരണം അത് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് തിരിക്കലാണ്. അമ്മൽ ഇസ്തിഗാസത്തു ബിൽ മഖ്ലൂഖി ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖു, സൃഷ്ടിക്ക് കഴിവുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ സൃഷ്ടിക്ക് സാധ്യമാകാവുന്ന കാര്യങ്ങളിൽ സൃഷ്ടിയോട് ഇസ്തിഗാസ നടത്തുക, സഹായം തേടുക എന്നത് ഇസ്തിഗാസത്തി ബിഗൈരിഹി ഫിൽ ഹർബി ലിയുസാഇദഹു യനാസുറഹു അലാ അദുവിഹി, ഇതുപോലെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൽ തന്നെ സഹായിക്കാൻ, ശത്രുവിനെതിരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സഹായം തേടുക. അത് ഫഹാദ ജായിസുൻ, ഇത് അനുവദനീയമാണ്. ഒരാളിപ്പോൾ തല്ലുകൂടുകയാണ്, ഒരു ശത്രു എതിരിടാൻ വന്നിരിക്കുന്നത്, അപ്പോൾ അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് അയാളെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായം, അവിടെ അടുത്തുള്ള ഒരാളുടെ സഹായം തേടുക, അത് അനുവദനീയമാണ്. കമാ ഖാല അല്ലാഹു തആല അൻ മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ
ഫസ്തഗാസഹു അല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി. ഫസ്തഗാസഹു, അപ്പോൾ അദ്ദേഹത്തോട് സഹായം തേടി, മൂസാ അലൈഹി ഇസ്ലാമിനോട് സഹായം തേടി, അല്ലദീ മിൻ ശിഅതിഹി, അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരാൾ, അതായത് ഇസ്രായേലി ആയിട്ടുള്ള ഒരാൾ, അലല്ലദീ മിൻ അദുവ്വിഹി, അദ്ദേഹത്തിൻ്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കെതിരിൽ. അപ്പോൾ ഖിബ്തിയായ ഒരാൾ ഇസ്രായേലി ആളും തമ്മിൽ തല്ലൂടായിരുന്നു. അപ്പോൾ ഈ ഖിബ്തിയെ തകർക്കാൻ വേണ്ടിയിട്ട്, അതിൽ ഇസ്രായേലിയെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ എന്ത് ചെയ്തു? മൂസാ അലൈഹി ഇസ്ലാം അടുത്തുണ്ടായിരുന്നു, മൂസാ അലൈഹി ഇസ്ലാമിനോട് സഹായം തേടി അയാൾക്കെതിരിൽ, ആ ഖിബ്തിയെ എതിരിടാൻ. അപ്പോൾ അത് അനുവദനീയമാണ്. ഫലിസ്തിഗാസത്തു ബിൽ മഖ്ലൂഖി ഫീമാ ലാ യഖ്ദിറു അലൈഹി. ഇനി ഒരു പടപ്പിന് കഴിവില്ലാത്ത വിഷയത്തിൽ ഒരു പടപ്പിനോട് സഹായം തേടുക എന്നത് കൽ ഇസ്തിഗാസത്തു ബിൽ അംവാത്തി വൽ ഗായിബീന, മരിച്ചുപോയവരോടും അവിടെ ഹാദിറില്ലാത്തവരോടും ഒക്കെ സഹായം തേടൽ ഷിർക്കുൻ അക്ബർ, അത് വലിയ ഷിർക്കാണ്. ലിഅന്നഹു യസ്തഗീസു ബിമൻ ലാ യഖ്ദിറൂന അലാ ഷൈഇൻ അബദ, ഒരിക്കലും അയാൾക്ക് ആളുകൾക്ക് കഴിയാത്ത അങ്ങനെയുള്ളവരോടാണ് സഹായം തേടുന്നത്. ഫല്ലദീന യസ്തഗീസൂന ബിൽ അദ്രിഹത്തി, മഖാമുകളിൽ സഹായം തേടുന്നവർ, വബിൽ ഔലിയാഇ വബിൽ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളോടും ഔലിയാക്കളോടൊക്കെ മരിച്ചുപോയ മിനൽ, അതേപോലെ വൽ അംവാത്തി മരിച്ചുപോയവരോട്, ഔ യസ്തഗീസൂന ബിൽ ഗായിബീന മിനൽ ജിന്നി ഔ ബിൽ ഷയാത്തീനി, അല്ലെങ്കിൽ ഗായിബുകളായിട്ടുള്ള ഹാജരില്ലാത്ത ജിന്നുകൾ, ഷെയ്ത്താന്മാർ, ഇവരുടെയൊക്കെ സഹായം തേടുക. ജിന്നുകളാണെങ്കിൽ ഷെയ്ത്താന്മാരാണെങ്കിൽ അവരൊക്കെ ഗായിബി, നമ്മളെ സംബന്ധിച്ച് അവർ നമ്മൾ കാണുന്നില്ല. അവരിവിടെ ഹാജറുണ്ടോ വെച്ചാൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ജിന്നെ കാക്കണമെന്ന് പറഞ്ഞ സഹായം തേടിയാൽ അതെന്താണ്? ഷിർക്കാണ്. കുല്ലു ഹാദാ മിന നൗഇൽ മംനൂ, ഇതെല്ലാം തടയപ്പെട്ട ഇനങ്ങളിൽപ്പെട്ടതാണ്, തടയപ്പെട്ട ഇസ്തിഗാസയിൽപ്പെട്ടതാണ്, പാടില്ലാത്തതാണ്. ഇപ്പോൾ ഒരാളിപ്പം ഹാജറില്ല എന്ന് പറഞ്ഞാൽ, ഹാജർ എന്ന് പറഞ്ഞാൽ പല കൊലത്തുണ്ട്. ഒരാൾ ദൂരെയാണ്, വിദൂര രാജ്യത്താണ്, പക്ഷേ ഫോണിൽ കൂടുതൽ ആ സഹായം തേടുക, ഫോണിൽ ആ ശബ്ദം അയാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഹാദറിൻ്റെ പരിധിയിലാണ് വരിക. അമ്മ ദുആ, ഇപ്പോൾ ദുആ ഫഹുവ അഅമ്മു മിനൽ ഇസ്തിഗാസത്തി, അത് ഇസ്തിഗാസനേക്കാളും കൂടുതൽ ജനറലായിട്ട് പൊതുവായ കാര്യമാണ്. കമാ സബഖ, മുമ്പ് പറഞ്ഞ പോലെ, ഓഹോ നൗആൻ, ഈ ദുആയിൽ തന്നെ രണ്ട് ഇനങ്ങളുണ്ട്. ദുആ ഇബാദത്തിൻ വ ദുആ മസ്അലത്തിൻ. ഇബാദത്തിൻ്റെ ദുആ ഉണ്ട്, ചോദ്യത്തിൻ്റെ ദുആ, അപേക്ഷയുടെ ദുആ ഉണ്ട്. ഈ അപേക്ഷയുടെ ദുആയിൽ എന്തുണ്ട്? ഇബാദത്തിൻ്റെ ദുആയും പെടുന്നുണ്ട് അള്ളാഹുവിനോട്. അപ്പോൾ ദുആഉൽ ഇബാദത്തി, ഇബാദത്തിൻ്റെ ദുആ ഹുവ, അത് അസ്സനാഉ അലല്ലാഹി സുബ്ഹാനഹു വ തആല ബി അസ്മാഇ വ സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ സിഫത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ സനാ ചെയ്യുക, പ്രകീർത്തിക്കുക എന്നാണ് ദുആഉൽ ഇബാദത്ത്. അപ്പോൾ ദുആഉൽ മസ്അലത്തി, മസ്അലത്തിൻ്റെ ദുആ, അപേക്ഷയുടെ ദുആ എന്ന് പറഞ്ഞാൽ ഹുവ ത്വലബുൽ ഹാജാത്തി മിനല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഹാജത്തുകൾ, ആവശ്യങ്ങൾ തേടലാണ്. വയജ്തമിഉ നൗആനി ഫീ സൂറത്തുൽ ഫാത്തിഹത്തി, സൂറത്തുൽ ഫാത്തിഹയിൽ ഈ രണ്ട് ഇനം ദുആയും കൂടെ ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ ഖൗലുഹു തആല, അപ്പോൾ അല്ലാഹു തആലയുടെ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുമ്പോൾ ഹാദാ ദുആഉ ഇബാദത്തിൻ, ഇതെന്താണ്? ഇബാദത്തിൻ്റെ ദുആണ്. ലിഅന്നഹു സനാഉൻ അലല്ലാഹ്, കാരണം ഇത് അള്ളാഹുവിനുള്ള സനാ ആണ്, പ്രകീർത്തനമാണ്. വഖൗലുഹു അർറഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്, റഹ്മാനും റഹീമുമായ പരമകാരുണ്യനും കരുണാനിധിയുമായ എന്ന് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, ഇസ്മുകൾ പറയുമ്പോൾ അത് ദുആ ഇബാദത്തിൻ്റെ, അത് ഇബാദത്തിൻ്റെ ദുആ. മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ അതും ദുആ ഇബാദത്തിന്, ഇബാദത്തിൻ്റെ ദുആ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദുആ ഇബാദത്തിന്, ഇബാദത്തിൻ്റെ ദുആ ആണ്. വ ഇയ്യാക നസ്തഈൻ, പിന്നെ പറയുന്നത് എന്താണ്? വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇലാ ആഖിരി സൂറത്തി ദുആ മസ്അലത്തിൻ, അവിടെ തൊട്ട് സൂറത്തിൻ്റെ അവസാനം വരെ വലദ്ദാല്ലീൻ വരെ അപേക്ഷയുടെ ദുആ ആണ്. വലിഹാദ, ഇക്കാരണത്താൽ യഖൂൽ അല്ലാഹു ജല്ല വഅല ഫിൽ ഹദീസിൽ ഖുദ്സി, ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖസംതു സ്വലാത്ത,
ഞാൻ അസ്വലാത്തിനെ വിഭജിച്ചിരിക്കുന്നു. യാനി ഉദ്ദേശിക്കുന്നു അൽ ഫാത്തിഹത്ത, ഫാത്തിഹ സമാ സ്വലാത്ത് ലിഅന്നഹ ദുആ. ഫാത്തിഹയെ അള്ളാഹു സ്വലാത്ത് എന്ന് പറഞ്ഞു. കാരണം എന്താ? അത് പ്രാർത്ഥനയാണ്. സ്വലാത്ത് എന്ന പ്രാർത്ഥനയാണ്. ബൈനി വ ബൈന ദുആ അബ്ദി നിസ്ഫൈൻ, ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. ഞാൻ സ്വലാത്തിനെ, അതായത് ഫാത്തിഹയെ എനിക്കും എൻ്റെ ദാസനുമിടയിൽ 2 പകുതിയായി വിഭജിച്ചിരിക്കുന്നു. ലിഅന്ന അവ്വലഹ ദുആ ഇബാദത്തില്ല, കാരണം അതിൻ്റെ ആദ്യ ഭാഗം എന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെ ദുആ ആണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തൊട്ട് ഇയ്യാക നഅ്ബുദു വരെ. വ ആഖിറുഹ, അതിൻ്റെ അവസാന ഭാഗം ഇയ്യാക നസ്തഈൻ തൊട്ട് ദുആ മസ്അലത്തിൻ, അത് ചോദ്യത്തിൻ്റെ അപേക്ഷയുടെ ദുആ ആണ്. വൽ അലാഖത്തു ബൈന ദുആഇൽ ഇബാദത്തി വ ദുആഇൽ മസ്അലത്തി. അപ്പോൾ ഇത് ഇബാദത്തിൻ്റെ ദുആയും മസ്അലത്ത് അപേക്ഷയുടെ ദുആയും തമ്മിലുള്ള അലാഖത്ത്, ബന്ധം എന്ന് പറയുന്നത് അന്ന ദുആഇൽ ഇബാദത്തി മുൽതസിമുൻ ലി ദുആഇൽ മസ്അലത്തി. ഇബാദത്തിൻ്റെ ദുആ എന്നത് അപേക്ഷയുടെ ദുആക്ക് അനിവാര്യമാണ്. ഫഇദാ ഖാല, അപ്പോൾ നീ പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ യൽസമു മിൻ ഹാദാ, ഇതിൽ നിന്ന് അനിവാര്യമാകുന്നു അന്നഹു യസ്അലുല്ലാഹ സുബ്ഹാനഹു വ തആല, അവൻ അള്ളാഹുവിനോടാണ് സുബ്ഹാനഹു വ തആല അവനോടാണ് ചോദിക്കുന്നത്. വ ദുആഉൽ മസ്അലത്തി മുതളമ്മിനുൻ ലി ദുആഇൽ ഇബാദത്തി, അപേക്ഷയുടെ ദുആ ഇബാദത്തിൻ്റെ ദുആയും കൂടി ഉൾക്കൊള്ളുന്നതാണ്. ബിമാന, ഏതാശയത്തിൽ അന്ന ദുആഇൽ ഇബാദത്തി ദാഖിലും ഫി ദുആഇൽ മസ്അലത്തി, ദുആഉൽ ഇബാദത്ത്, ഇബാദത്തിൻ്റെ ദുആ മസ്അലത്തിൻ്റെ ദുആയിൽ ഉൾപ്പെടും, അതിൽ പ്രവേശിക്കും. ഫല്ലദി യസ്അലുല്ലാഹ ഹവായിജഹു, അപ്പോൾ അള്ളാഹുവിനോട് ആവശ്യങ്ങൾ തേടുന്നവൻ യതളമ്മനു സുആലഹു, അവൻ്റെ ചോദ്യം ഉൾക്കൊള്ളുന്നു അന്നഹു യഅബുദുല്ലാഹ ബിദാലിക, അതുകൊണ്ട് അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു എന്ന്. അപ്പോൾ വ ഇയ്യാക നസ്തഈൻ, അല്ലെങ്കിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ ചോദ്യം മസ്അലത്തിൻ്റെ ദുആ ആണെങ്കിലും ആ മസ്അലയിലൂടെ, ആ ചോദ്യത്തിലൂടെ, ആ അപേക്ഷയിലൂടെ, ആ പ്രാർത്ഥനയിലൂടെ അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ് എന്നതാണ്. ഇനി അടുത്ത ടൈറ്റിൽ കഴിഞ്ഞു. അടുത്തത് ഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. ഈ ആയത്ത് സൂറത്ത് യൂനുസിൽ 106-ാമത്തെ ആയത്താണല്ലോ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നീ ദുആ ചെയ്ത്, അള്ളാഹുവിനോടല്ലാതെ നീ പ്രാർത്ഥിക്കരുത്, വിളിച്ച് പ്രാർത്ഥിക്കരുത്. മാ ലാ യൻഫഉക, അന്നക്ക് ഉപകാരം ചെയ്യാത്ത, വലാ യദുറുക, അന്നക്ക് വളരെ ബുദ്ധിമുട്ടും ഒന്നും ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത. ഫഇൻ ഫഅൽത, നീ അങ്ങനെ ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ, ഫഇന്നക, അപ്പോൾ നിശ്ചയം നീ ഇദൻ മിനൽ ളാലിമീൻ, അപ്പോൾ നീ ളാലിമീങ്ങളിൽ, അക്രമികളിൽ, ദുൽമ് ചെയ്തവരിൽ പെട്ടുപോകുമെന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞത് വൽ ആയത്തുല്ലതി തലീഹ, അതിനോട് ചേർന്നിട്ടുള്ള ആയത്തും. വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. വയ്യംസസ്ക അല്ലാഹു ബിദുർരിൻ, അള്ളാഹു നിനക്ക് എന്തെങ്കിലും വിപത്ത്, പ്രയാസം ബാധിപ്പിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അത് അത് തുറവടിയാക്കാൻ, അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ വേറെ ആരുമില്ല. വഇയുരിദ്ക ബിഖൈറിൻ, നിന്നെ കൊണ്ട് അള്ളാഹു നിനക്കെന്തെങ്കിലും ഒരു നന്മ, ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവൻ്റെ ഔദാര്യം, അവൻ്റെ ദയാവായ്പ, അവൻ്റെ അനുഗ്രഹം തടയാനും ആരുമില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ ബാധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് അവൻ എത്തിക്കുന്നു. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തി യൂനുസ്, സൂറത്ത് യൂനുസിലെ അവസാനത്തെ 2 ആയത്തുകളാണിത്. യഖൂലുല്ലാഹു ജല്ല വഅലാ ലിനബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വലാ തദ്ഉ, നീ പ്രാർത്ഥിക്കരുത്. ഹാദാ നഹിയ്യും മിനല്ലാഹി ലിനബിയിഹി അൻ ദുആഇ ഗൈരില്ലാഹ്,
അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിരോധിക്കുന്നതാണിത്. വൽ ഖിതാബുൽ മുവജ്ജഹു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുവജ്ജഹുൻ ഇലാ ഉമ്മത്തിഹി. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഉമ്മത്തിനും അഭിസംബോധന ചെയ്ത് പറയപ്പെട്ടതാണ്. ഇല്ലാ ഇദാ ദല്ല ദലീലുൻ അല ഇഖ്തിസാസി ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമാണ് ഈ കാര്യം, ഈ നിർദ്ദേശം എന്നത്, അത് അങ്ങനെ പ്രത്യേകിച്ച് തെളിവ് ഇല്ലെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ്, എല്ലാ ഉമ്മത്തിനും. ഫഹാദ അന്നിദാഉ ആമ്മുൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മത്തിഹി വലി ഉമ്മത്തിഹി. അപ്പോൾ ഈ കാര്യം ഇവിടെ ഈ പറഞ്ഞ നിരോധനം ഉണ്ടല്ലേ, ഈ അള്ളാഹു വിളിച്ച് പറഞ്ഞത്, അത് നബിക്കും ഉമ്മത്തിനും ബാധകമാണ്. വലി അന്നഹു ഇദാ നുഹിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക് ഫഗൈറുഹു മിൻ ബാബി ഔല. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിരോധിക്കപ്പെടുക എന്നത് കൂടുതൽ ഉത്തമമാണ്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്. അള്ളാഹു അല്ലാത്തവരോട് നീ ദുആ ചെയ്യരുത്. ഐ ഗൈറല്ലാഹ്, അള്ളാഹ് അതായത് മിൻ ദൂനില്ലാഹ് ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട്. മാ ലാ യൻഫഉക വലാ യദുറുക. നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തത്. മാ എന്നുള്ളത് ഇവിടെ മൗസൂലാൻ്റെ മാ ആണ്, റിലേറ്റീവ് പ്രൊനൗൺ. ഐ അല്ലദീ ലാ യൻഫഉക വലാ യദുറുക. അതായത് നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത അതിന് ഒന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. അപ്പോൾ അള്ളാഹുവിന് മാത്രം നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ആത്യന്തികമായിട്ട് സാധിക്കുക. വദാലിക, അത് ലിഅന്നൽ മദ്ഉവ, കാരണം പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി ഇമ്മ അൻ യുത്ലബ മിൻഹു ജൽബ് ഖൈറിൻ വ ഇമ്മ അൻ യുത്ലബ മിൻഹു ദഫ്അ ദററിൻ. അപ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നവരോട് എന്താണ് ചോദിക്കുന്നത്? പ്രാർത്ഥിക്കപ്പെടുന്നത് ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവനോട് ആ ശക്തിയോട് എന്താണ് ചോദിക്കുന്നത്? ഒന്നുകിൽ ജൽബ് ഖൈർ നേടാൻ, അല്ലെങ്കിൽ ദഫ്ഉ ദറർ, എന്താണ് പ്രയാസം തടയാൻ. ഇത് രണ്ടിലൊന്നാണല്ലോ. വഹാദ ഇന്നമാ യഖ്തസ്സു ബില്ലാഹി സുബ്ഹാനഹു വതആല. ഇതാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം പ്രത്യേകമാണ്. അവന് മാത്രമേ ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഉപദ്രവം തടയാനോ നിന്നെ തൊട്ട് പറ്റൂ. ഫഇന്നഹു ഹുവല്ലദീ യഖ്ദിറു അലാ ദഫ്ഇ ദററി വ ജൽബിൽ ഖൈരി. അപ്പോൾ അവന് മാത്രമാണ് ഉപദ്രവം തടയാനും ഉപകാരം നേറ്റിത്തരാനും ഉപകാരം നൽകാനും സാധിക്കും. വദുആഉൽ അംവാതി വഅസ്ഹാബിൽ ഖുബൂരി വൽ അസ്നാമി വൽ ഔസാനി വൽ അഷ്ജാരി വൽ അഹ്ജാരി. അപ്പോൾ ഖബറുകൾ, ബിംബങ്ങൾ, വസനുകൾ, മരങ്ങൾ, കല്ലുകൾ, ശിലകൾ, ഇതിനോടൊക്കെ പ്രാർത്ഥിക്കൽ ലാ യജ്ലിബു ഖൈറ വലാ യദ്ഫഉ ദററ. അത് ഒരു നന്മ വരുത്തുകയോ ഉപദ്രവം തടയുകയോ ഇല്ല. വകുല്ലു മാ യുദ്ആ മിൻ ദൂനില്ലാഹി ഫഹുവ ബിഹാദിഹിൽ മസാബ. അപ്പോൾ അള്ളാഹു അല്ലാത്ത എന്തിനോടൊക്കെ പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ ഈ ഗണത്തിലാപ്പെടുക, ഈ രൂപത്തിലാണ്. ലാ യൻഫഉ വലാ യദുറു, അത് ഉപകാരവും ചെയ്യൂല ഉപദ്രവവും ചെയ്യൂല എന്നതാണ്. ലിഅന്നഹ, കാരണം അവയൊക്കെ അള്ളാഹു അല്ലാതെ എന്തൊക്കെ പ്രാർത്ഥിക്കപ്പെടുന്നുണ്ടോ അതൊക്കെ ഇമ്മാ അഹ്ജാറുൻ ജാമിദ, ഒന്നുകിൽ അത് ഉറച്ച ശിലകളാണ്, കല്ലുകളാണ്. ഇമ്മാ സുവറും തമാസീൽ, അല്ലെങ്കിൽ രൂപങ്ങളാണ്, ബിംബങ്ങളാണ്. ഇമ്മാ കുബൂറുൻ ഹാമിദ, അല്ലെങ്കിൽ മരിച്ചുപോയ ഖബറുകളാണ്, ഖബറാളികൾ. ഇമ്മാ അഷ്ജാറുൻ, അല്ലെങ്കിൽ മരങ്ങളാണ്. ഔ ഇർദാലിക്, അല്ലെങ്കിൽ അതല്ലാത്തതാണ്. ഫഹിയ മഖ്ലൂഖാത്തുൻ ലാ തഖ്ദിറു അലാ ജൽബി നഫ്ഇൻ വലാ ദഫ്ഇ ദററിൻ. കാരണം അവയ്ക്ക് എന്താണ് സൃഷ്ടികളാണ്. അത് ഒരു ഉപകാരം നേടിത്തരാനോ അല്ലെങ്കിൽ ഉപദ്രവം തടയാനോ അവർക്ക് സാധിക്കില്ല. ഫദ്ദുആഉ ഇന്നമാ യസ്ലുഹു അൻ യുവജ്ജിഹ ലിമൻ യഖ്ദിറു അലാ ദാലിക. അപ്പോൾ ദുആ എന്ന് പറയുന്നത് അതിന് എന്ത് കാര്യമാണ് ചോദിക്കുന്നത് അത് തരാൻ അതിന് സാധിക്കുന്ന ആളോട് അഭിമുഖീകരിക്കലേ പറ്റൂ, അത് ശരിയാവുള്ളൂ. വഹു അല്ലാഹു സുബ്ഹാനഹു വതആല, അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഫഇൻ ഫഅൽത, ഇനി അങ്ങനെ അങ്ങാണ്ട് പ്രവർത്തിച്ചാൽ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ, യാനി ഉദ്ദേശിക്കുന്നത് ദഅവത്തു ഗൈരില്ലാഹി മിമ്മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത അള്ളാഹു അല്ലാത്തവരോട് നീ പ്രാർത്ഥിച്ചാൽ, വഹാദ മിൻ ബാബിൽ ഇഫ്തിറാദി, ഇതൊരു സങ്കല്പമായിട്ട് പറയണേ, ഭാവനയിൽ പറയണേ. അതായത് നബി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ താങ്കൾ അങ്ങനെ പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ നബി അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുമോ? മാഅല്ലാഹ്, ഒരിക്കലും ഉണ്ടാ. അപ്പോൾ ഇത് ഇഫ്തിറാദാണ്, ഒരു ഇമാജിനേഷനായിട്ട് ഒരു അങ്ങനെ സങ്കല്പിച്ചാൽ, അങ്ങനെ ചെയ്തു എന്ന് കരുതിയാൽ, ഇല്ല മുഹാലുൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയഫ്അൽ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും എന്നത് ഒരിക്കലും അസംഭവ്യമാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. വലാക്കിൻ, പക്ഷേ ലൗ ഖുദ്ദിറ എന്നാട്ടോ, ലൗ ഖുദൂറു എന്നല്ല, ഖുദ്ദിറ, ലൗ ഖുദ്ദിറ അന്നഹു ഫഅലഹു, അങ്ങനെ നബി ചെയ്തു എന്ന് സങ്കല്പിക്കുക.
വഹു അക്രമുൽ ഖൽഖി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ്. അങ്ങനത്തെ നബി ചെയ്താലും ഫഇന്നഹു യകൂനു മിനൽ ളാലിമീൻ, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളാലിമീങ്ങളിൽ പെട്ടുപോകും, അക്രമികളിൽ പെട്ടുപോകും, ഷിർക്ക് ചെയ്തവരിൽ പെട്ടുപോകും. കൈഫ ബിഗൈരിഹി ഇദാ ഗൈറല്ലാഹ്. അപ്പോൾ നബി അല്ലാത്തവർ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ പിന്നെ എങ്ങനെ, എന്തായാലും ളാലിമീങ്ങൾ പെട്ടുപോലോ. വഹാദാ മിസ്ലു ഖൗലിഹി തആല, ഇത് അല്ലാഹു തആല പറഞ്ഞ മറ്റൊരു വചനം പോലെയാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വലഖദ് ഊഹിയ ഇലൈക, നിശ്ചയം താങ്കളിലേക്ക് വഹി നൽകപ്പെട്ടു, വഇലൽ ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ളവരിലേക്കും, ലഇൻ അശ്റക്ത, എന്താണ് വഹി നൽകപ്പെട്ടത്, താങ്കൾ ഷിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമല് പൊളിഞ്ഞു പോകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയം താങ്കൾ ഖാസിരീങ്ങളിൽ പെട്ടുപോകും. ലയഹ്ബതന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം പൊളിഞ്ഞു പോകുന്നുള്ളതാണ്. അതേപോലെ വലതകൂനന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം അങ്ങനെ ആകും. എങ്ങനാകും? ഖാസിരീങ്ങളിൽ പെട്ടുപോകും എന്ന്. അത് തൗക്കീദിൻ്റെ തഖീലാന നൂനാണ് ന എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്ത് ആ തുടക്കത്തിലുള്ള ലാമും തൗക്കീദിൻ്റെ ലാമാണ്. ഞാനീ ഉദ്ദേശിക്കുന്നത് ഊഹിയയില റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകപ്പെട്ടു. വഇല ഗൈരിഹി മിനൽ അംബിയ ഇസ്സാബിഖീന, മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്കും വഹി നൽകപ്പെട്ടു. എന്താണ്? അന്നഹു ലൗ ഖുദ്ദിറ അന്ന അഹദൻ മിൻഹും വഹാഷാഹും അലൈഹിം സ്വലാത്തു വസ്സലാം ദാ ഗൈറല്ലാഹ്, അതായത് അവരിൽ ആരെങ്കിലും, ഏതെങ്കിലും നബിമാർ അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു സങ്കല്പിക്കുക. വ അശ്റക ബില്ലാഹി, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുമൂലം തന്നെ ഷിർക്ക് ചെയ്തു. ഹബിത അമലുഹു, അദ്ദേഹത്തിൻ്റെ അമല് ബാത്തിലായിപ്പോയി, പൊളിഞ്ഞുപോയി. വസ്വാറ മിനൽ ഖാസിരീൻ, ഖാസിരീങ്ങളിൽ പരാജിതരിൽ പെട്ടുപോവുകയും ചെയ്തു എന്ന്. അങ്ങനെ ചെയ്താൽ, അത് അങ്ങനെ സങ്കല്പിച്ചാൽ എന്നതാണ്, അങ്ങനെ അല്ലാതെ നബിമാർ അങ്ങനെ ചെയ്യുമെന്നതല്ല. വലൗകാന മിനൽ അംബിയാ, ഈ അമ്പിയാക്കളിൽപ്പെട്ട ആളാണെങ്കിലും ഫകൈഫ ബിഗൈരിഹിം, അപ്പം പിന്നെ അല്ലാത്തവരെങ്ങനെ, അപ്പോൾ അല്ലാത്തവർ പെട്ടുപോലോ എന്തായാലും. വലമ്മ ദക്കറ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം വദുരിയതഹു ഫഖാൽ, ഇബ്രാഹിം അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, വമിൻ ദുരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. വമിൻ ദുരിയതി, അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിൽ ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ, അപ്രകാരം നാം മുഹ്സിനീങ്ങൾക്ക് സുഹൃദവാന്മാർക്ക് പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞു. 84-ാമത്തെ വസകരിയ്യ വയഹ്യ വഈസ വഇല്യാസ കുല്ലും മിനസ് സ്വാലിഹീൻ. സക്കരിയ, യഹ്യ, ഈസ, ഇല്യാസ് അലൈഹിസ്സലാം ഇവരെല്ലാവരും സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാന്ന് പറഞ്ഞു. വഇസ്മാഈല വൽയസഅ വയൂനുസ വലൂത്വ വകുല്ലം ഫദ്ദൽനാ അലൽ ആലമീൻ. ഇസ്മാഈൽ, അല്യസ, യൂനുസ്, ലൂത്ത് അവരെല്ലാവരും ലോകരിൽ നാം ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞു. ലമ്മാ ദക്കറ സുബ്ഹാനഹു വതആല അംബിയാഅഹു ഫി ഹാദിഹിൽ ആയാതി ഖാല, ഈ ആയത്തുകളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അമ്പിയാക്കളുടെ പേരുകൾ പറഞ്ഞ ശേഷം, പരാമർശിച്ച ശേഷം പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ, അവർ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് ഒരു സങ്കല്പമായിട്ട് പറയണം, അങ്ങനെ സങ്കല്പിച്ചാൽ പോലും, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളൊക്കെ അവർക്ക് പൊളിഞ്ഞു പോകുക തന്നെ ചെയ്യുമെന്ന്. ലൗ അശ്റക ഹൗലാഇൽ അംബിയാ ലഹബിത ലബത്വല, ഈ അമ്പിയാക്കൾ ഷിർക്ക് ചെയ്താൽ ഹബിത പൊളിഞ്ഞു പോകും, അതായത് ബാത്തിലായി പോകും എന്ന് നിശ്ചയം. അൻഹും, അവരെ തൊട്ട്, മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചത്, അതായത് അവരുടെ സൽക്കർമ്മങ്ങൾ, അതായത് ബത്തലത്ത് ജമീഅ അമാലിഹിം, അവരുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. ഫദല്ല അലാ അന്ന ഷിർക മുഹ്ബിത്തുൻ ലിൽ അമാൽ, അപ്പോൾ അത് എന്തറിയിച്ചു? ഷിർക്ക് എന്ന് പറഞ്ഞാൽ അമലുകൾ പൊളിച്ചു കളയുന്നതാണ്. വലൗ സദറ മിൻ ഖൈരിൽ ഖൽഖി, അത് സൃഷ്ടികളിൽ ഉത്തമരായവരിൽ നിന്നുണ്ടായാലും, വഹും അവർ അൽ അംബിയ, അവർ അമ്പിയാക്കളാണ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ. ഫകൈഫ ഇദാ സദറ മിമ്മൻ ഹുവ ദൂനഹും, അപ്പോൾ അവർ താഴെയുള്ളവരിൽ നിന്നുണ്ടായാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഇദാ ഹുവ യുഖ്രിജു മിനൽ മില്ല വയുഹ്ബിതു ജമീഅൽ അമാൽ, അത് മില്ലത്തിൽ നിന്ന് പുറപ്പെടുവിക്കും, അവൻ അത് കാരണം ഷിർക്ക് ചെയ്തത് കാരണം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വയുഹ്ബിതു ജമീഅൽ അമാൽ, അത് മുഴുവൻ സൽക്കർമ്മങ്ങളെയും അത് പൊളിച്ചു കളയും. ഫദ്ദുആഉ ഇബാദത്തുൻ, അപ്പോൾ
ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ബൽ ഹുവ അഅ്ളമു അൻവാഇൽ ഇബാദത്തി എന്ന് മാത്രമല്ല അത് ഇബാദത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും വലുതാണ്, മഹത്വമേറിയതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ എന്നാൽ അത് ഇബാദത്താണ്, പ്രാർത്ഥന എന്നാൽ ആരാധനയാണ്. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് പറഞ്ഞു. ഞാനീ ഉദ്ദേശിക്കുന്നത് അഅ്ളമു അർക്കാനിൽ ഹജ്ജ് അറഫ, ഹജ്ജിൻ്റെ റുക്നുകളിൽ ഏറ്റവും മഹത്വമേറിയത് അറഫയാണ്. ഫകദാലിക അഅ്ളമു അൻവാഇൽ ഇബാദത്തി അദ്ദുആ, ഇബാദത്തി എന്നല്ല ഇബാദത്തി എന്നാണ്. ഇബാദത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയത് അത് ദുആ ആണ്. സുമ്മ ഖാല തആല, പിന്നെ അല്ലാഹു തആല പറഞ്ഞു, ഫഇൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, താങ്കളെങ്ങാണ്ട് അങ്ങനെ പ്രവർത്തിച്ചാൽ, അതായത് ഷിർക്ക് ചെയ്താൽ, അല്ലാഹു അല്ലാത്തവർ ദുആ ചെയ്താൽ താങ്കൾ ഷിർക്ക് ളാലിമീങ്ങളിൽ അക്രമികളിൽ പെട്ടുപോകും. യാനി മിനൽ മുശ്രിക്കീൻ, ളാലിമീൻ എന്ന് പറഞ്ഞാൽ അക്രമികളിൽ നിന്നാണ്, ദുൽമ് ചെയ്തവർ, അതായത് മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകും എന്നർത്ഥം. ലിയന്ന ഷിർക്ക, കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ അഅ്ളമു അൻവാഇ ദുൽമി, ദുൽമിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും വലിയ ദുൽമാണ്, അക്രമമാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഇന്ന ഷിർക ലദുൽമുൻ അദീം, നിശ്ചയം ഷിർക്ക് എന്ന് പറഞ്ഞാൽ കൊടിയ അക്രമമാണ്. വദുൽമു ഫിൽ അസ്രി, ദുൽമു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടാണ് എന്താണ് എൻ്റെ അർത്ഥം, വദുശൈഇ ഫി ഗൈരി മൗദിഇഹി, ഒരു സംഗതിയെ അതിൻ്റേതല്ലാത്ത അതിൻ്റേതല്ലാത്ത സ്ഥാനത്തിൽ വദു ചെയ്യുക, വെക്കലാണ്. വഷിർക്കു, അപ്പോൾ ഷിർക്ക് എന്ന് പറഞ്ഞാൽ വദുഉൻ ലിൽ ഇബാദത്തി ഫി ഗൈരി മുസ്തഹിഖിഹാ, അതിന് അർഹതല്ലാത്ത സ്ഥാനത്ത് ഇബാദത്തിനെ വെക്കല. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ദുആ, അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഇസ്തിഗാസ മറ്റുള്ളവർക്ക് അർപ്പിക്കും, അത് അള്ളാഹു അല്ലാത്തവർക്ക് ആ ഇബാദത്തിനെ അർപ്പിക്കലാണ്, അർഹതല്ലാത്ത സ്ഥാനത്ത് വെക്കലാണ്. അതുകൊണ്ടാണ് ഫലിദാലിക സ്വറ അഅ്ളമു അൻവാഇ ദുൽം, ഇത് ഇക്കാരണത്താലാണ് ഷിർക്ക് എന്ന് പറഞ്ഞത് കൂടുതൽ ഏറ്റവും കൊടിയ ദുൽമ് ആകുന്നത് എന്ന്.